വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടറെയും കൂട്ടി സുസ്മിത വരുമ്പോൾ സത്യഭാമ സ്വയം പരിചയപ്പെടുത്തിയിട്ട് ഇതെൻ്റെ മകളാണ് പ്രീതി, ഇവളെ എന്ത് ചെക്കപ്പിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ഡോക്ടറോട് ചോദിക്കുകയാണ്. തുടർന്ന് സുസ്മിതയും ചോദിക്കുന്നുണ്ട്, ഇവളുടെ DNA ടെസ്റ്റിനല്ലേ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന്. അന്നേരം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും പ്രീതിയും ഒക്കെ. തുടർന്ന് ഒരുപാട് നേരം ചോദിക്കുകയാണ് സുസ്മിതയും സത്യഭാമയും കൂടി ചേർന്ന് എന്തിനാണ് കൊണ്ടുവന്നതെന്ന്. അവസാനം ഒരു നോർമൽ ചെക്കപ്പിന് വേണ്ടിയാണ്, ഗർഭിണികൾക്ക് സാധാരണ മന്ത്ലി നടത്താനുള്ള ചെക്കപ്പിന് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് ഡോക്ടർ പറയുന്നു. കുഞ്ഞിൻ്റെ വളർച്ചയും അമ്മയുടെ ആരോഗ്യസ്ഥിതിയും അറിയാൻ വേണ്ടി എല്ലാ ഗർഭിണികൾക്കും നടത്താനുള്ള സാധാ നടത്താനാണ് പ്രീതിയെ കൊണ്ടുവന്നതെന്ന് ഡോക്ടർ വ്യക്തമാക്കുകയാണ്. പണി പാളിയെന്ന് മനസ്സിലാക്കുന്ന സുസ്മിത ഒന്നുകൂടി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഇവളുടെ കാര്യം തന്നെയാണോ പറയുന്നത്. ഡോക്ടർ ഇവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി, ഇവള് പ്രീതി എന്നൊക്കെ പരസ്പര വിരുദ്ധമായിട്ട് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം ദേഷ്യപ്പെട്ട് ഡോക്ടർ പറയുന്നുണ്ട്, എൻ്റെ കേൾവിക്കും ഓർമ്മക്കുറവിനും കാഴ്ചയ്ക്കുമൊന്നും യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. ഇത് പ്രീതി, ഹസ്ബൻഡിൻ്റെ പേര് അർജുൻ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, എൻ്റെ പേഷ്യൻ്റാണ് ഇത് എന്ന് ഡോക്ടർ ഒന്നുകൂടി വ്യക്തമാക്കുന്നു. അന്നേരം ആശ്വസിക്കുന്നുണ്ട് ശാലിനിയും പ്രീതിയും ചേർന്ന്. അന്നേരം വിജയിച്ച ഭാവത്തിൽ അങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് ശാലിനിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാരാണെന്ന് ഡോക്ടർ സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം മരുമകളാണെന്ന് സമ്മതിക്കുകയാണ് ഭാമ. അന്നേരം ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയത് സത്യാമ്മയുടെ പുണ്യമാണ്. മകളുടെ ഹെൽത്ത് കണ്ടീഷൻ, കഴിക്കുന്ന മെഡിസിൻ, ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം ഇവൾക്ക് കാണാപ്പാടമാണ്. ഒരുപക്ഷെ സത്യാമ്മയ്ക്ക് പോലും ഇങ്ങനെ കൂടെ നിന്ന് പരിചരിക്കാനാവില്ല എന്നൊക്കെ ശാലിനിയെ കുറിച്ച് കുറച്ച് പൊക്കി പറയുന്നുണ്ട് ഡോക്ടർ. പിന്നെ സത്യാമ്മ എന്തിനാണ് ചെക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചത്, അത് ഈ കുട്ടിയോട് ചോദിച്ചാൽ മതിയല്ലോ. എന്നേക്കാൾ പ്രീതിയുടെ ഹെൽത്ത് കണ്ടീഷനും ചെക്കപ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്നത് ശാലിനിക്കാണ്, ഇവളോട് ചോദിച്ചാൽ മതിയെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. തുടർന്ന് കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ സത്യാമ്മ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, അമ്മയുടെ ആരോഗ്യസ്ഥിതിയും നോർമലാണ്, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ ഡോക്ടർ സത്യാമ്മയോട് പറയുന്നുണ്ട്. അത് കേട്ട് സന്തോഷിക്കുകയാണ് ഭാമ. തുടർന്ന് വീണ്ടും സുസ്മിത ചോദിക്കുകയാണ്, ഡോക്ടർ ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവളെ തന്നെയാണോ കണ്ടത് എന്നൊക്കെ വീണ്ടും സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ ചോദിക്കുകയാണ്, ഈ കുട്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടോയെന്ന്. അന്നേരം ആകെ അന്തം വിട്ട് എന്താന്ന് ഭാമ തിരക്കുന്നുണ്ട്. അല്ല, എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ DNA ടെസ്റ്റ് നടത്താനാണ് പ്രീതിയെ കൊണ്ടുവന്നതെന്ന് പറയണമെന്ന് എന്നോട് ഒരുപാട് തവണ നിർബന്ധിച്ചു എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. കണ്ടിട്ടൊരു അബ്നോർമാലിറ്റി തോന്നുന്നു എന്ന് ഡോക്ടർ സുസ്മിതയെ നോക്കി പറയുന്നുണ്ട്. അന്നേരം അല്ല, ഇല്ല എന്നൊക്കെ ഭാമയെ നോക്കി സുസ്മിത പറയുന്നുണ്ട്. ആ അവസരം മുതലെടുത്ത് വിഷ്ണു പറയുന്നുണ്ട്, അതെ അവൾക്ക് ചെറിയൊരു തകരാറുണ്ട്, ആ അസുഖം കൂടി നോക്കാനാണ് ഞങ്ങൾ ഇവളെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്ന്. തുടർന്ന് വിഷ്ണു പറയാണ്, ഇവളുടെ പിതൃത്വത്തെക്കുറിച്ചാണ് ചെറിയൊരു തർക്കം. അന്ന് മുതൽ ഇവളുടെ അച്ഛൻ DNA ടെസ്റ്റ് നടത്തി താനാണ് അച്ഛനെന്ന് തെളിയിക്കണമെന്ന് അമ്മയോട് പറയുന്നുണ്ട്. അത് കേട്ട് ഇവളുടെ മനോനില തെറ്റിയിരിക്കുകയാണ് എന്നൊക്കെ കളിയാക്കി വിഷ്ണു പറയുകയാണ്. വിഷ്ണുവിൻ്റെ ആ സംസാരമൊക്കെ കേട്ട് വിഷ്ണു എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് ഭാമയുടെ ദേഷ്യം കണ്ട് ഡോക്ടർ എന്താ കാര്യമെന്ന് തിരക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പതിയെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്കിത് പുറത്താരും അറിയുന്നത് ഇഷ്ടമല്ല, കൂട്ടുകാരിയുടെ മകളാണ്, അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന്. അന്നേരം ദേഷ്യമൊക്കെ കടിച്ചമർത്തി അവിടെ തന്നെ നിൽക്കുകയാണ് സുസ്മിത. വീട്ടിൽ ഭയങ്കര ബഹളമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലാണ് ഇവളെ നിർത്തിയിരിക്കുന്നതെന്ന് സുസ്മിതയെ നോക്കി വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം വയലൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് ഡോക്ടറും തിരക്കുകയാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, പക്ഷെ ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം സുസ്മിത അങ്ങ് പല്ല് കടിച്ചമർത്തുകയാണ്. അന്നേരം വിഷ്ണു സുസ്മിതയെ ചൂണ്ടി ഡോക്ടറോട് പറയുകയാണ്, ദേ കണ്ട സ്വന്തം പല്ല് കടിച്ചമർത്തുന്നത് കണ്ടോ, ഇത് തന്നെയാണ് കുഴപ്പമെന്ന്. അന്നേരം കഷ്ടം തന്നെയെന്ന് ഡോക്ടറും പറയുകയാണ്. തുടർന്ന് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ പേരൊക്കെ ഡോക്ടർ സുസ്മിതയ്ക്ക് വേണ്ടി വിഷ്ണുവിനോട് നിർദ്ദേശിക്കുന്നുണ്ട്. അന്നേരം ദേഷ്യപ്പെട്ട് തറയിലങ്ങ് കാല് വെച്ച് ആഞ്ഞി ചവിട്ടുകയാണ് സുസ്മിത. അന്നേരം ഡോക്ടർ നോക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, പേടിക്കേണ്ട ഡോക്ടറെ, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, ഇത് നമുക്ക് ശീലമാണെന്ന്. അന്നേരം ആകെ ദേഷ്യപ്പെട്ട് അവരുടെ അടുത്ത് നിന്ന് സുസ്മിത അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഭാമയോട് പറയുന്നുണ്ട്, നമുക്ക് പോവാം അമ്മേ, അവൾ ഇനി ആശുപത്രിയൊക്കെ തല്ലി തകർത്താൽ അതിൻ്റെ നഷ്ടപരിഹാരം കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും, പോകാമെന്ന് പറഞ്ഞിട്ട് ഭാമയുടെ കയ്യിൽ നിന്നും വിഷ്ണു തൻ്റെ ഫോൺ അങ്ങ് വാങ്ങുന്നുണ്ട്. തുടർന്ന് പ്രീതിയുടെ തലയിലേക്ക് തലയോടി മോളെ പോട്ടെ എന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ശാലിനിയും ഒന്ന് നോക്കിയിട്ട് വിഷ്ണുവിൻ്റെ കൂടെ ഭാമ അങ്ങ് പോവുകയാണ്. തുടർന്ന് എല്ലാവരും പോയ ശേഷം ഡോക്ടറോട് ശാലിനി തിരക്കുന്നുണ്ട്, ഡോക്ടർക്ക് പ്രീതിയെ മനസ്സിലായില്ലേ എന്ന്. അന്നേരം എനിക്ക് മറക്കാനുള്ള അത്രയ്ക്കുള്ള സമയമൊന്നും ആയില്ലല്ലോ എന്ന് ഡോക്ടർ പറയുന്നു. അന്നേരം ഇതിന് നന്ദിയുണ്ടെന്ന് ശാലിനി പറയുമ്പോൾ, നന്ദി പറയേണ്ടത് എന്നോടല്ല വിഷ്ണുവിനോടാണ്. നിങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിഷ്ണു എന്നെ വന്ന് കണ്ടിരുന്നു. ഒരിക്കലും ഈ DNA ടെസ്റ്റിൻ്റെ കാര്യം സത്യാമ്മ അറിയരുത്,
4 ജീവനാണ് ഇവിടെ ഇല്ലാതാകാൻ പോകുന്നത്. ഇത് അറിഞ്ഞാൽ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും അർജുൻ്റെയും പ്രീതിയുടെയും ഒപ്പം ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും ഒക്കെ ജീവിതം തകരാറിലാവും. അതുകൊണ്ട് എത്തിക്സിനെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിലും അത്രത്തോളം വരില്ലല്ലോ ജോലിയോടുള്ള കൂറ്. അതുകൊണ്ട് ഞാനൊരു നുണ പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഡോക്ടർ ശാലിനിയോട് പറയുന്നുണ്ട്. ഇതേസമയം സത്യഭാമയും വിഷ്ണുവും കൂടി ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഏതോ ഒരു പരിചയക്കാരിയെ കണ്ട് അവർ കുറേ നേരം അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ശാലിനി വസുമതിയെ തിരക്കുന്നത് പ്രീതിയോട്. ഇതേസമയം സത്യഭാമയും വിഷ്ണുവും കൂടി അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് വസുമതി കാണുന്നുണ്ട്. ഈ സമയത്ത് തന്നെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശാലിനിയും പ്രീതിയും കൂടി എത്തുന്നുണ്ട്. വസുമതി ആൻറ്റി സത്യാമ്മയും വിഷ്ണുവിൻ്റെയും ഇവിടെ വെച്ച് കണ്ടാൽ പ്രശ്നമാകും എന്നും പറഞ്ഞ് അവരങ്ങോട്ട് വരികയാണ്. തുടർന്ന് ദൂരെ നിന്നും വസുമതി നോക്കുന്നത് വിഷ്ണു കാണുകയാണ്. ഇതേസമയം സത്യഭാമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ സത്യാമ്മ പണം തന്ന് സഹായിച്ചത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ നടന്നത്, അതുകൊണ്ട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് വസുമതി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് വസുമതി കളിയാക്കുകയാണ്. എനിക്കും കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്, സത്യഭാമ തന്ന് സഹായിക്കുമോ എന്ന് കളിയാക്കി ചോദിക്കുകയാണ്. പലിശയ്ക്കല്ല, അല്ലാതെ സഹായമായിട്ട് തരുമോ എന്ന് വസുമതി തിരക്കുന്നുണ്ട്. അന്നേരം അവിടെ നിന്നും ഒരു വിധത്തിലാണ് ഊരിയത്, ഇവിടെ നിന്ന് പെട്ടുപോകുമോ എന്ന് വിഷ്ണു സ്വയം കരുതുന്നുണ്ട്. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, നമ്മൾ തമ്മിലുള്ള സെറ്റിൽമെൻറ്റ് നേരത്തെ സംസാരിച്ച് തീർത്തതല്ലേ എന്ന്. സെറ്റിൽമെൻറ്റ് കഴിഞ്ഞാലും ഈ മുതൽ ബാക്കി ഇരിക്കുകയല്ലേ എന്ന് വസുമതി ചോദിക്കുകയാണ്. അന്നേരം മറ്റൊരു വീട്ടിലേക്ക് മാറ്റിവെച്ചാലും ഇവളെ ഏറ്റെടുക്കാനായിട്ട് സത്യാമ്മ എന്നും തയ്യാറാണെന്ന് സത്യഭാമ പറയുകയാണ്. തുടർന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലായോ എന്ന് വസുമതി ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് മനസ്സിലായി, എൻ്റെ മകളുടെ കാര്യത്തിന് ഞാനും വേണ്ടേന്ന് ഭാമ പറയുകയാണ്. പക്ഷേ ഭാമ വിചാരിക്കുന്നത് നോർമൽ ചെക്കപ്പിനാണ് വന്നതെന്നും വസുമതി പറയുന്നത് DNA ടെസ്റ്റിൻ്റെ കാര്യവുമാണ്. അപ്പം ഒരു സാക്ഷിയായി നീ കൂടി ഉള്ളത് നല്ലതാണ് എന്നൊക്കെ വസുമതി പറയുന്നുണ്ട്. നിന്റെ തലയിൽ ഇപ്പോഴെങ്കിലും നിലാവെട്ടത്തിന് പകരം ബുദ്ധി ഉദിച്ചല്ലോ എന്നൊക്കെ ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം DNA ടെസ്റ്റിൻ്റെ കാര്യം അറിഞ്ഞിട്ടും സത്യഭാമ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വസുമതി ചിന്തിക്കുന്നുണ്ട്. അന്നേരം വാ പോകാം അമ്മയെന്നൊക്കെ വിഷ്ണു വിളിക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, ദുഷ്ടസംസർഗം പരമാവധി ഒഴിവാക്കണം എന്നാണ് വാരഫലത്തിൽ, വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഭാമ തിരിയുന്നുണ്ട്. അന്നേരം വീണ്ടും ഒന്ന് നിൽക്കണം എന്നും പറഞ്ഞ് വസുമതി വിളിക്കുകയാണ്. അന്നേരം ഇനി എന്താ പ്രശ്നമെന്ന് ചിന്തിക്കുകയാണ് വീണ്ടും ശാലിനി. നമുക്കിനിയും കാണേണ്ടി വരുമെന്ന് വസുമതി പറയുന്നുണ്ട്. അന്നേരം സ്ഥലവും സന്ദർഭവും ഒക്കെ നീ അറിയിച്ചാൽ മതി, ഞാൻ വരാമെന്ന് ഭാമ പറയുകയാണ്. അത് വേണ്ട, നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരും എന്ന് വസുമതി പറയുന്നുണ്ട്. അന്നേരം ഓ എന്ന് കളിയാക്കി പറഞ്ഞിട്ട് വിഷ്ണുവിനെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ് സത്യഭാമ. തുടർന്ന് ഭാമയും വിഷ്ണുവും പോയ ശേഷം DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ, ആരുടെ തലയാണ് താഴാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാം, ടെസ്റ്റ് എല്ലാം കഴിഞ്ഞില്ലേ, എനിക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വസുമതി പ്രീതിയെയും വിളിക്കുന്നുണ്ട്. എന്നിട്ട് വസുമതി അങ്ങ് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് ശാലിനി എന്നും പറഞ്ഞ് ശാലിനിയുടെ കൈ പിടിക്കുകയാണ് പ്രീതി. അന്നേരം കുറച്ച് മുന്നോട്ട് നടന്നിട്ട് പ്രീതിന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് വസുമതി, വാ എന്നും പറഞ്ഞ്. അന്നേരം ചെല്ലെന്നും പറഞ്ഞ് പ്രീതിയെ പറഞ്ഞു വിടുകയാണ് ശാലിനി. തുടർന്ന് ശാലിനി കരുതുകയാണ്, ഇതിനെല്ലാത്തിനും കാരണം ആ സുസ്മിത ഒറ്റ ഒരുത്തിയാണ്, അവൾക്ക് എന്തായാലും ഒരു നല്ല സമ്മാനം കൊടുത്തേ കഴിയൂന്ന്. ഇതേസമയം സുസ്മിതയുടെ വണ്ടി നമ്പരൊക്കെ ട്രേസ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് രോഹിത്. അന്നേരം കാറൊക്കെ നോക്കിയിട്ട് ഇത് തന്നെയാണ് വണ്ടി, അപ്പോൾ ഇതിനുള്ളിൽ നീ കാണും, ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് രോഹിത് ഹോസ്പിറ്റലിനകത്തേക്ക് കയറുന്നുണ്ട്. ഇതേസമയം സുസ്മിത തൻ്റെ ഒരു ഫ്രണ്ടിനെ ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയാണ്. അവിടുത്തെ നഴ്സാണ് സുസ്മിതയുടെ ഈ ഫ്രണ്ട്. അന്നേരം തൻ്റെ ബാധ്യതയെപ്പറ്റിയും കടത്തെ പറ്റിയുമൊക്കെ ഫ്രണ്ട് സുസ്മിതയോട് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളമൊന്നും തികയില്ല, അച്ഛൻ മരിച്ചതോടുകൂടി ജീവിത പ്രാരാബ്ധം മൊത്തം എൻ്റെ തലയിലായി, ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വല്ല UK ജർമ്മനിയിലേക്കോ പോകണം, എങ്കിലേ കുടുംബം രക്ഷപ്പെടൂ എന്നൊക്കെ ആ കുട്ടി സംസാരിക്കുന്നുണ്ട്. തുടർന്ന് എന്തു പറയുന്നു നിൻ്റെ രോഹിത് എന്നും ചോദിക്കുകയാണ് നഴ്സ് സുസ്മിതയോട്. എന്നെ സംബന്ധിച്ച് അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് സുസ്മിത ഫ്രണ്ടിനോട് പറയുന്നുണ്ട് രോഹിത്തിനെ പറ്റി. ഈ സമയത്ത് തന്നെ രോഹിത് കുറച്ച് പുറകിലായിട്ട് വന്നിട്ട് വേറെ നഴ്സിനോട് സുസ്മിതയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടിയെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. തൊട്ട് കുറച്ച് പുറകിൽ തന്നെയാണ് നിൽക്കുന്നത്, പക്ഷെ അവർ പരസ്പരം കാണുന്നില്ല. അന്നേരം ആ നഴ്സ് അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. ആ പേര് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ സുസ്മിത പറയുകയാണ്. അല്ലെങ്കിലും തേക്കാൻ നീ പണ്ടേ മിടിക്കുകയാണെന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നഴ്സ് കളിയാക്കുകയാണ്. അന്നേരം അതൊക്കെ പോട്ടെ, നിൻ്റെ നമ്പർ പറ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഫ്രണ്ടിൻ്റെ നമ്പർ വാങ്ങുകയാണ് സുസ്മിത.
ഇതേസമയം സുസ്മിതയെ കാണാതെ ഹോസ്പിറ്റലിന് അകത്തേക്ക് കയറുന്ന രോഹിത് ശാലിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് അങ്ങ് നടക്കുമ്പോൾ എതിരെ വരുന്ന വേറൊരാളിനെ തട്ടി രോഹിതിൻ്റെ കയ്യിൽ നിന്നും സുസ്മിതയുടെ ഫോട്ടോ താഴെ വീഴുകയാണ്. അന്നേരം ഫോട്ടോ മറിഞ്ഞാണ് താഴെ വീഴുന്നത്. അത് ശ്രദ്ധിക്കുന്ന ശാലിനി പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട്, ഫോട്ടോ പക്ഷേ ശാലിനി കാണുന്നില്ല, മറിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ആ ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് നോക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും വിഷ്ണു ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഫോട്ടോ അങ്ങ് രോഹിത്തിന് കൊടുത്തുകൊണ്ട് തന്നെ ശാലിനി ഫോണിൽ ആ വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾ പാർക്കിങ്ങിൽ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, താൻ വരുന്നുണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോട്ടോ അങ്ങ് രോഹിത്തിന് കൊടുത്തിട്ട് രോഹിത്തിനെ ശ്രദ്ധിക്കാതെ അങ്ങ് ലിഫ്റ്റിലേക്ക് കയറുകയാണ്. തുടർന്ന് ലിഫ്റ്റ് അങ്ങ് അടയ്ക്കുമ്പോഴേക്കും 1 മിനിറ്റ് എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞ് രോഹിത് പുറകെ ചെല്ലുന്നുണ്ട്. പക്ഷേ ശാലിനി അങ്ങ് ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുകയാണ്. ഇതേസമയം താഴെ സുസ്മിത അവർ വന്ന വണ്ടി ഡ്രൈവറോട് താൻ ഞങ്ങളുടെ പുറകെ വന്നാൽ മതി, ഞാൻ ഭാമാൻ്റിയുടെ കൂടെ പൊയ്ക്കോളാമെന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ആളെ തിരഞ്ഞിട്ട് കിട്ടിയില്ലല്ലോ, എന്തായാലും അവൾ പാർക്കിങ്ങിലേക്ക് വരുമല്ലോ എന്നും പറഞ്ഞ് സുസ്മിതയുടെ കാറ് കിടക്കുന്ന അടുത്തേക്ക് രോഹിത് വരികയാണ്. ഇതേ സമയത്ത് വിഷ്ണുവിൻ്റെ വണ്ടിയിലേക്ക് സുസ്മിത കയറിയിരിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി വരുമ്പോൾ സുസ്മിത ബാക്ക് സീറ്റിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശാലിനി ചെല്ലുമ്പോൾ ഇതെന്താ ലേറ്റായത്, കയറുന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം ഭാമ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത്. തുടർന്ന് മറു സൈഡിലേക്ക് ചെന്ന് ബാക്കിൽ സുസ്മിതയുടെ അടുത്തേക്ക് തന്നെ ശാലിനിയും കയറിയിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു വണ്ടി എടുത്ത് പോകുമ്പോൾ സുസ്മിതയും ഭാമയും വന്ന വണ്ടി അവരുടെ വണ്ടിയുടെ പിറകെ പോവുകയാണ്. ആ വണ്ടി ഗേറ്റ് കിടന്ന് പോകുമ്പോഴാണ് രോഹിത് താഴേക്ക് വരുന്നത്. വണ്ടി പോകുന്നത് കണ്ട് ഒന്ന് നിർത്തണേ, സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ് രോഹിത് പിറകെ വരുന്നുണ്ട്. പക്ഷെ വണ്ടി അങ്ങ് പോവുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.